രാഹുൽ ഈശ്വർ, ഇത് എത്രത്തോളം വിശ്വാസികളെ സംബന്ധിച്ചത് താങ്കളോട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ആ ചെമ്പുപാളിയിലാണ് ഇപ്പോൾ കൃത്രിമത്വം അടിമുടി നടന്നിട്ടുണ്ട് എന്നത്, തിരിമറി നടന്നിട്ടുണ്ട് എന്നത് വീണ്ടും കോടതി പറയുകയാണ്. ചെമ്പുപാളി എന്ന് എഴുതിവിട്ടത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നത്. ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ അങ്ങനെ എഴുതിവിടുമ്പോൾ അതിൽ ദുരൂഹതയുണ്ട്. ഇത് ആരുടെയൊക്കെ പിന്തുണയോടെയാണ് നടന്നിട്ടുള്ളത്? അപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നയാൾക്കിത് കൊണ്ടുപോയി മറ്റൊരു സ്ഥലത്ത് ബാംഗ്ലൂരിൽ കൊണ്ടുപോയി അത് വിൽക്കാനും ഒക്കെ പറ്റുന്ന അതിനൊക്കെയുള്ള ധൈര്യം എങ്ങനെയാണ്? അതിനാരുടെയൊക്കെ ഒത്താശയുണ്ട്? ഇതാരൊക്കെയാണ് അതിന് പിന്നിലെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ഉയർന്നു വരികയല്ലേ ശ്രീ രാഹുൽ ഈശ്വർ? അനുജാജി, ആദ്യ ദിവസം മുതൽ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അത് തന്നെയാണ് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ആ കേസ് പഠിക്കുന്ന ആർക്കും മനസ്സിലാകും. അത് 3 പോയിന്റുകളിലായി ഞാൻ പറയാം. ഒന്നാമത്തെ പോയിന്റ്, ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ സ്വർണം കട്ടു. രണ്ടാമത്തെ പോയിന്റ്, ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ സ്വർണം കട്ടു. മൂന്നാമത്തെ പോയിന്റ്, ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ സ്വർണം കട്ടു. എന്തുകൊണ്ട് ഇത് പറയുന്നു? ബഹുമാനപ്പെട്ട ഹൈക്കോടതി അടക്കം സൂചിപ്പിക്കുന്നത് പോലെ 1.5 കിലോഗ്രാം സ്വർണം ദ്വാരപാലക പാളികളിൽ ഉണ്ടായിരുന്നു. അത് മാറ്റി ഗോൾഡ് പ്ലേറ്റഡ് ആണ് തിരിച്ചു കൊണ്ടുവന്നത്. അതിലെ 1.5 കിലോഗ്രാം അടിച്ചു മാറ്റി മോഷണം നടത്തി, അപഹരിച്ചു, എന്ത് ഭാഷയിൽ വിളിച്ചാലും ദേവസ്വം ബോർഡിന്റെ ഒത്താശയോടുകൂടി ചെയ്തു. എന്തുകൊണ്ടാണ് ഒത്താശ എന്ന് പറയുന്നത്? ദേവസ്വം ബോർഡിനല്ലേ വ്യാജരേഖ ഉണ്ടാക്കാൻ പറ്റൂ? 2 ക്രൈം നടന്നിരിക്കുകയാണ്. ഒന്ന് മോഷണം, 2 വ്യാജരേഖാ നിർമ്മാണം. അതായത് 1.5 കിലോഗ്രാം സ്വർണത്തെ ചെമ്പ് മാത്രമെന്ന് എഴുതിയത് ഒരു മുരാരി ബാബുവിൽ ഒതുങ്ങില്ലല്ലോ. കാര്യം ഇവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അംഗങ്ങൾ, ദേവസ്വം കമ്മീഷൻ അടക്കമുള്ള ഇത്തരം കാര്യങ്ങളിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്നാണ് അല്പസമയം മുൻപാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ തത്സമയം നൽകിയത്. ഇത്തരം കാര്യങ്ങളിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് എങ്ങനെയാണ് ഉത്തരവാദിത്വം ഉണ്ടാവുക? നയപരമായ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവിടെ ഭാഗമാണ്. പക്ഷേ ഇതിലൊന്നും എനിക്ക് ഒരു പങ്കുമില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുകയാണ് ശ്രീ രാഹുൽ ഈശ്വർ. പറയുന്നില്ല. കാര്യം ആരാണ് ഇതിലെന്നുള്ള അന്വേഷണത്തിൽ എത്രയും പെട്ടെന്ന് തെളിയും. പക്ഷേ സ്വർണത്തെ ചെമ്പാക്കി മാറ്റുന്ന മാജിക് വിദ്യ എന്താണ്? സ്വർണം എന്ന് പറയുന്ന സാധനം, അഥവാ സ്വർണം പൊതിഞ്ഞ ഗോൾഡ് ക്ലാഡഡ്, അതായത് സ്വർണം പൂശുകയല്ല. സാധാരണക്കാർക്ക് ഇതിന്റെ വ്യത്യാസം അറിയില്ല. സ്വർണം പൂശുക എന്ന് പറഞ്ഞാൽ കുറച്ച് സ്വർണ്ണം ഉണ്ടാവും, സ്വർണം പതിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്വർണ്ണം ഉണ്ടാവും. 1.5 കിലോഗ്രാം സ്വർണം പതിച്ചിരുന്നതിനെ 360 ഗ്രാം സ്വർണം പൂശിയിട്ടാണ് തിരിച്ചു കൊണ്ടുവന്നത്. 1.5 കിലോഗ്രാം സ്വർണം അവിടെ. ഇത് ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് മാത്രം. ഇനി കട്ടളയുടെ സ്വർണ്ണപ്പാളികൾ, സ്വർണം പതിച്ച പാളികൾ എവിടെ? അപ്പൊ യഥാർത്ഥത്തിൽ ശബരിമലയിൽ നടന്നത് ദേവസ്വത്തിന്റെ അറിവും സമ്മതവും നേതൃത്വത്തോടും കൂടി ശബരിമലയിൽ ഇരുന്ന സ്വർണം പൊതിഞ്ഞ കാര്യങ്ങൾ, പതിച്ച കാര്യങ്ങൾ എടുത്തോണ്ട് പോയി സ്വർണം പ്ലേറ്റ് ചെയ്തിട്ട് തിരിച്ചു കൊണ്ടിരുന്നതാണ്. കാരണം നമുക്ക് കണ്ടാൽ മനസ്സിലാവൂല. നേരെ തിരിച്ച് ഗോൾഡ് പ്ലേറ്റിങ്ങിൽ കുറച്ച് മഞ്ഞ കളർ കൂട്ടിയടിക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും കുറച്ചുകൂടെ ശോഭയുണ്ടായിന്ന്. അതായത് തനി തങ്കം. ഇതിലൊരു രാഹുൽ ഈശ്വർ, എന്റെ സംശയം, ഇത് എങ്ങനെയാണ് ഇത് മങ്ങി എന്നൊക്കെ പറയുന്നതിൽ തന്നെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളില്ല.